വിരോധമൊന്നുമില്ല, വിയോജിപ്പുകളുണ്ട്. പക്ഷെ ഇപ്പോ അതിനുശേഷം പിന്നെ കുറച്ച് ഇപ്പൊ എല്ലാരും നല്ല രീതിയിലായിട്ടില്ലേ? ഇല്ല, അവർക്കൊക്കെ എങ്ങനെയാ വെച്ചാല് ഇപ്പൊ ഒരു ആംബുലൻസിന്റെ ഒരു സൈറൺ കേൾക്കുമ്പോൾ ആ ഒരു മണിക്കൂറുകൾ പേടിയാണ്, മരണഭയം. അതിന്റെ ശേഷം ഒരു പേടിയില്ല. ആ മരണ വീടാണ് കഴിഞ്ഞാൽ പിന്നെ ആ ഭയക്കാണ് പോയി. അപ്പൊ അവര് വേറൊരു ലോകത്താ. അതായത് പടച്ചോൻ അവർക്ക് പ്രത്യേകമായിട്ട് എന്തൊക്കെ ക്ഷമിച്ചു കൊടുക്കും, അല്ലെങ്കിൽ നീതിമാനാണ് പടച്ചോന്, ആ നീതി അവർക്ക് മാത്രം അർഹതപ്പെട്ടതാണ്, അവർ ചെയ്യുന്നത് ശരിയാണെന്നുള്ള ആ ഒരു പക്ഷമാണ്. പിന്നെ പറഞ്ഞാൽ പുറത്തുള്ളവർക്ക് ഇതിന്റെ ഉള്ളറകൾ അറിയില്ല. നമ്മൾ ഈ കുടുംബത്തിൽ ജീവിച്ചത് കൊണ്ട് നമുക്കറിയാം ഇതിന്റെ പോരുകളും പരസ്പരം തെറ്റും കുറ്റം വഴക്കും സമൂഹത്തിൽ. എനിക്കൊരു അങ്ങനെ ഒരു ക്ലീൻ ഇമേജ് വേണമെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ ആരെ ബഹുമാനം പിടിച്ച് പറ്റാൻ പോവാറുമില്ല. ഞാൻ ആരെന്തെങ്കിലും ബഹുമാനം കിട്ടണമെന്ന് ആഗ്രഹിക്കലുമില്ല. ഒരു പേരിനും പ്രശസ്തിക്കും നിൽക്കാറുമില്ല. ഇങ്ങനെ ആ സമൂഹത്തിലേക്ക് വരണമെന്ന് വിചാരിച്ചതുമല്ല. പക്ഷേ ഇന്നിപ്പോൾ ആ കുട്ടികളെ സന്തോഷങ്ങൾ കണ്ടില്ലേ ആ പൈസ കൊടുത്തപ്പോൾ. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ സഹായം കൊടുക്കാൻ തന്നെ കാരണം അതിൽ ഒരാളിൻ്റെ ഫ്രണ്ടായിരുന്നു, ഒരു തങ്ങള്. ഞങ്ങളൊക്കെ രണ്ടാളെന്ന് പറഞ്ഞാൽ ഒരാളെ പിടിച്ച് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെന്നുണ്ടെങ്കിലും ഒഴിഞ്ഞു മാറി നിൽക്കൂല. ഏത് രാത്രിയാണെങ്കിലും നമ്മളതിന് ചെല്ലും. ആ തങ്ങൾ മരണപ്പെട്ടു, മൂപ്പരും അങ്ങനെ തന്നെ ആയിരുന്നു. അതിൻ്റെ വൈഫാണെന്ന് വന്ന സഹായം സ്വീകരിച്ചത്. അപ്പോൾ അവർ തമാശക്ക് എന്നോട് പറയും, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ കുഞ്ഞുമോളുണ്ടാവുമല്ലോ. അപ്പോൾ എനിക്കത് മനസ്സിലിങ്ങനെ കടന്നിരുന്നു. പിന്നെ മരിച്ചു കഴിഞ്ഞ 10 ദിവസം എനിക്ക് ഉറക്കം വരികയല്ല. അതിൻ്റെ ശേഷം ഇവർക്ക് അത് കൊടുത്തപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷം. അപ്പോൾ ബഷീർ അലി പറഞ്ഞു, നിങ്ങൾ സ്ഥലമൊക്കെ വാങ്ങിച്ചാൽ ഓരൊക്കെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സാണത്, വീട് നമുക്ക് എങ്ങനെയും സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ സ്ഥലം വാങ്ങാൻ പലരോടും പറഞ്ഞു നോക്കി, ആരും ഉണ്ടായില്ല. എൻ്റെ വാപ്പ ജീവിച്ചിരിക്കുമ്പോൾ ഒരു വാക്ക് പറയലുണ്ട്, ജീവിച്ചിരിക്കുമ്പോഴുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവുക, മരണശേഷം ആരും ഉണ്ടാവില്ല. ഇപ്പം ആരുമില്ല. അപ്പോൾ ആ കുട്ടികൾ വന്ന് അത് വാങ്ങിച്ചുകൊണ്ടുപോയി ഇനി ഒരു അഡ്വാൻസ് കൊടുക്കും, ബാക്കിയുള്ള പൈസ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഈ പുസ്തകം ആരെങ്കിലും വാങ്ങിച്ച് നമ്മളിപ്പോൾ എല്ലാവരോടും പറയാം ഇങ്ങനെ പാവങ്ങളെ സഹായിക്കണമെന്ന് പറയുമ്പോൾ അത് കിട്ടുമായിരിക്കും ചിലപ്പോൾ. പക്ഷേ അതിലൊരു രുചിത എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് എൻ്റെ അധ്വാനത്തിൽ നിന്നുള്ളൊരു പുസ്തകം വിറ്റിട്ടുള്ള എൻ്റെ ഒരു അനിയത്തി കുട്ടികൾക്ക് കിട്ടുകയാണെങ്കിൽ സന്തോഷമാണെന്നുള്ള രീതിയിൽ ഇതിന് മുന്നിട്ടിറങ്ങിയത്. എനിക്ക് പിന്നെ അങ്ങനെ ഒരു മുഖംമൂടിയൊന്നുമില്ല. ഞാൻ എന്താണോ ഇത് അതന്നെയാണ് ഞാൻ. ഓക്കെ, ഇതിന്റെ കൂട്ടത്തില് ഇപ്പോ OM കരുവാരെ കൊണ്ടും ഒരു സയ്യിദ് കുടുംബത്തിലുള്ള ആളാണ്. തങ്ങളെ പിന്നെ OM-നോടാണ് ചോദിക്കുന്നത്. ഈ ഒരു പിന്നെ ഇപ്പോ ഷെരീഫ തങ്ങൾ പറഞ്ഞ പോലെ OM-ന് ഇങ്ങനെ കുടുംബങ്ങളിൽ ഇതുപോലെയുള്ള ഒരു പിന്നെ അകൽച്ചകളും ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കുള്ള പിന്നെ തെറ്റുകുറ്റങ്ങളും ഇങ്ങനെയൊക്കെ നടന്ന് അകന്ന് വീണ്ടും കുറേ വർഷങ്ങളൊക്കെ മിണ്ടാതിരിക്കുക അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടോ ഓർമ്മയിലുണ്ടോ? ഞാനൊരു തങ്ങൾ ഫാമിലിയാണ്, പക്ഷെ ഞങ്ങൾ റിലേഷനുണ്ട്. അവിടെ ഞങ്ങൾ കോഴഞ്ഞളാപ്പ ഇതളാപ്പ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ചെറിയ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ എൻ്റെ വാപ്പ ചെറുപ്പം മുതലേ കച്ചവടക്കാരനും ഒക്കെ ആയിരുന്നു. ആ നമ്മുടെ ജംഗ്ഷൻ ചുങ്കൻ ജംഗ്ഷനൊക്കെ ഉണ്ടല്ലോ, അവിടെ കച്ചവടമായിരുന്നു, സൈക്കിൾ ഷോപ്പായിരുന്നു. അങ്ങനെ ഈ തങ്ങന്മാരുടെ സംഗതികളൊന്നും നമ്മളിട്ടില്ല. പക്ഷെ നമ്മൾ ആ തങ്ങന്മാരുടെ പിന്നെ ചികിത്സ എൻ്റെ ഉമ്മാൻ്റെ ഉപ്പ കാളികാവിലെ മുത്തുട്ടി തങ്ങൾ അപ്പോൾ ഭയങ്കര ബസൂരിയൊക്കെ ഉള്ള കാലത്ത് അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞേക്കാം. ബസൂരിയൊക്കെ ഇപ്പൊ ഒരു വസൂരി നിർമ്മാർജ്ജനം ചെയ്യണവും അതുപോലെ തന്നെ തെങ്ങിനോട് തലാർത്തിയതും ഇതൊക്കെ കഥകളായിട്ട് തങ്ങന്മാരുടെ കഥകൾ. അല്ല പിന്നെ തങ്ങന്മാർ തമ്മിലുള്ള ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ കുടുംബത്തിലില്ല. പക്ഷെ നമ്മളെ എല്ലാ തങ്ങന്മാരും കുടുംബക്കാരാണ്. അതിനൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ആളുകളുമായിട്ട് അങ്ങനെ പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടാവും. എനിക്ക് പുലിക്കോട്ടിലായത് നമ്മുടെ നാട്ടുകാരനല്ലോ, ഒരു അവിടുത്തെ ഒരു കഥ കണ്ട് ഓർമ്മ വരികയാണ്. പിന്നെ ഒരു പാട്ട് എഴുതി, എന്നാൽ പിന്നതു വേണ്ട പുറത്തേക്കിങ്ങൊരു പായ എടുത്ത് തന്നിടുമോയി വെറും കോലായിൽ കിടക്കാൻ എനിക്ക് സമ്മതം തന്നാൽ മതിയമ്മായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാത്രി വീട്ടിൽ ചെന്ന് മുട്ടിയിട്ട് അപ്പോൾ കിടക്കാൻ സൗകര്യം ഇവിടെ അല്ല പോകാൻ പറഞ്ഞപ്പോൾ പിന്നെ ഇയാൾ പുറത്തേക്ക് ഒരു പായ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പുറത്ത് പായ കൊടുത്ത അവസാനം അവിടുത്തെ വീട്ടുകാരത്തിനുമായിട്ട് അന്നൊക്കെ ഇവിടെ പോകല്, അന്തമാനിൽ അവിടെ ഇവിടെയൊക്കെ പോകല്. പോയപ്പോൾ എന്നിട്ട് പിന്നെ പെട്ടെന്ന് ഈ പെണ്ണിന് ഒരു തലകറക്കവും ഒരു ഛർദിയും ഒക്കെ ഉണ്ടായി. അഭിനയാണ് അതില്. പിന്നെ
ഭയങ്കര രസമുണ്ട്. ഞാൻ അത് പറയില്ല, അത് പറഞ്ഞ സമയം പോകും. പച്ചമീൻ പൊരിച്ച് ചാറും വെച്ച് ചോറുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമാണ്. അങ്ങനെയുള്ള കുറെ തങ്ങള് കഥകൾ ഞങ്ങൾക്ക് കേട്ടിട്ടുണ്ട്. നമ്മളെ എസ് എ ജമീൽ തങ്ങൾ കഥയൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. പിന്നെ എസ് എ ജമീൽ തങ്ങൾ എന്ന് പറയും, എസ് എ തങ്ങള്. പിന്നെ അപ്പോൾ അങ്ങനത്തെ കുറെ കഥകൾ കേട്ടിട്ടെന്നല്ലാതെ നമ്മുടെ കുടുംബത്തിൻ്റെ ഇത് പിന്നെ ഉണ്ട്. അതായത് അടുത്തറിഞ്ഞുകൊണ്ടുള്ള നമുക്കത് ഇതാവേണ്ട ഒരു സംഗതി എൻ്റെ ഓർമ്മയിലില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ മാനസികമായ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു. ആ തുറന്ന പറച്ചിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. ഞാൻ ചില ഓരോ അല്ല, അത് ഞാൻ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് 2012-11 ഒക്കെ ID ക്രിയേറ്റ് ചെയ്ത. അതിന് ശേഷം ഈ അടുത്ത കാലം വരെ ഒരു 6 മാസം മുമ്പ് വരെ ഞാൻ ഈ ആത്മീയമായിട്ടുള്ള ചികിത്സ ഉണ്ടെന്നോ മറ്റുള്ളതൊന്നും ഞാൻ അതിനെക്കുറിച്ച് എഴുതുകയൊന്നും ചെയ്തിട്ടില്ല. കഥാകവിത എന്തെങ്കിലുമൊക്കെ പോസ്റ്റുകൾ എഴുതും പോകുന്നല്ലാതെ അതിലേക്ക് ആരെങ്കിലും ക്ഷണിക്കുക ഒരു മാർക്കറ്റിംഗ് പോസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല. ഈ അടുത്ത് അങ്ങനെ പറയേണ്ടതായിട്ട് വന്നു. അത് പിന്നെ ഇത് തോന്നിയത് നിങ്ങൾക്ക് ഇത് സ്വയം തോന്നിയതാണോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്കൊരു സംശയം ഉണ്ട്. അത് അതോ ബാപ്പാടെ സ്വയം തോന്നിയതല്ല, ബാപ്പ കമ്പനി ഇതാണോ നിർബന്ധിച്ചാണോ? പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഈ ഒരു ഇതിലേക്ക് ഞാൻ എത്തിപ്പെടും എന്നുള്ളതോ മറ്റുള്ളതൊന്നും. പെട്ടെന്ന് വാപ്പാന്റെ മരണം, ട്രാജഡി. വാപ്പാക്ക് എന്താ തോന്നിയെന്ന് അറിയില്ല. ഒരു 3 ദിവസം മുന്നേ പാപ്പട്ടി ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഉമ്മാനോടൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. അപ്പൊ കേൾക്കണവർക്ക് ഇതൊരു, ഞാൻ പറയും ചില സമയത്തൊക്കെ ഈ ആത്മീയത എന്ന് പറഞ്ഞ ബാല്യത്തിലെ കുടിയിരിപ്പാണ്, ഒരു ജന്മനിയോഗമാണ് എൻ്റെത്. അത് ഞാൻ പറയണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പല ബിസിനസ്സുകളും ചെയ്തിട്ടുണ്ട്. മാട്രസിൻ്റെ ബിസിനസ്, അതേപോലെ ഈ ബ്രൈഡൽ ആൻറ്റി ഓർണമെന്റ്സിൻ്റെ അതിപ്പോഴും ചെയ്യുന്നുണ്ട്. 5-8 ഷോപ്പ് ഉണ്ടായിരുന്നു. കൊറോണയിൽ കുറേ ഒഴിവാക്കിയതാണ്. അങ്ങനെ എന്ത് ലീഗലായിട്ടുള്ള പിന്നെ ഹലാലായിട്ടുള്ള ക്യാഷ് കിട്ടുന്ന എന്തും ഞാൻ ചെയ്യും. അതേപോലെ മധ്യസ്ഥത മറ്റേ മറിച്ചൊക്കെ. അപ്പോഴൊക്കെ ഞാൻ അതിൽ നിന്നൊക്കെ മാറി മാറി സഞ്ചരിച്ചാലും ഞാൻ പോലും അറിയാതിലേക്ക് എത്തിപ്പെടും. അപ്പം എന്നോട് 1-2 പണ്ഡിതന്മാർ, അതായത് സാധാ ഇപ്പത്തെ പറയുന്ന പണ്ഡിതന്മാരല്ല, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഈ ഹിന്ദുസിലുള്ളവരും മുസ്ലിംസിലുള്ളവരും. അപ്പോൾ ഞാൻ വൈക്കത്തൊരു കുറേ വർഷങ്ങൾക്ക് മുന്നേ, ഇപ്പോഴൊന്നുമല്ല, ഒരു 21 വർഷം മുന്നേ വൈക്കത്ത് പോയ സമയത്ത് അവിടെ ഉള്ളൊരു നമ്പൂതിരി ഒരു 102 വയസ്സുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ വിട്ടാ നിൽക്കണത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ബുക്കും പേപ്പറും ഉള്ളൂ ഇയാൾക്ക് നടക്കുക, അതിലൂടെ മാത്രമുള്ളൂ ശരിയാവുക കാര്യങ്ങൾ, അതിനെ ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താ പിന്നെ അവിടെ എത്ര ദൂരെ കണ്ടിട്ട് പറയുന്ന ഒരാൾ നമ്മൾ മെയിൻ ചെയ്യാതെ വിട്ടു. പിന്നെ ഈ നമ്മളതിൽപ്പെട്ട തന്നെ 1-2 ആൾക്കാർ, നിങ്ങളിത് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നില്ല പോരുത്. അപ്പം ഞാൻ ചിന്തിക്കുന്ന മറ്റുള്ളവരൊക്കെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യണല്ലേ, നമ്മളെന്താ അതിൽ മാത്രം തളക്കപ്പെട്ടിട്ടുള്ളത്? അങ്ങനെ സ്വയം തന്നെ ചോദ്യങ്ങളും ചോദിക്കും, ഉത്തരങ്ങളും ചോദിക്കും. അപ്പം ചില കാര്യങ്ങളിൽ നമുക്ക് ഉത്തരം കിട്ടാതാവുമ്പോൾ ഞാൻ തന്നെ സ്വയം കണ്ടെത്തും, നമ്മളൊക്കെ ശരിതെറ്റുകൾക്കപ്പുറം അല്ലെങ്കിൽ നമ്മളെ ചിന്തകൾക്കപ്പുറം നമുക്ക് മനസ്സിലാവാത്ത എന്തൊക്കെ ഈ ലോകത്തുണ്ട്. അതായത് നമുക്കൊരു 70% കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ മനസ്സിലാവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കാഴ്ചകൾക്ക് അപ്പുറമുള്ള എന്തൊക്കെയോ ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ തന്നെ സ്വയം ഉത്തരം കണ്ടെത്തും. ഒരുപാട് പ്രാവശ്യം ഇതിൽ നിന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ആളുകൾ വന്നിട്ട് 4 പുറം ഇങ്ങനെ കൊട്ടും, എത്ര ദൂരം എന്ന് വന്നിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞുള്ളൂ. ഇപ്പം ഞാൻ എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം സെയിം പ്രോബ്ലം ആവും അന്നത്തെ ദിവസം അവർ കൊണ്ടുവന്ന് നിൽക്കുക. അപ്പോൾ നമ്മൾ ഈ ഹിജാബ് ഇട്ടുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ കേൾക്കുകയാണ്. അപ്പം നമുക്കെന്താവും, നമ്മളെ പ്രശ്നം ലഘൂകരിക്കപ്പെടും. സെയിം പ്രശ്നം കൊണ്ടാണല്ലോ ഒരാൾ വന്നിട്ടുള്ളത്. അപ്പോൾ അവർ പിന്നീട് അത് പരിഹരിക്കപ്പെട്ടു പറഞ്ഞ് വരുമ്പോൾ നമുക്കുണ്ടാവണൊരു സന്തോഷം, അതിലൂടെ കിട്ടുന്ന ഒരു നിർവൃതി അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഞാനിങ്ങനെ ആസ്വദിക്കാൻ തുടങ്ങി. നിങ്ങൾ ചോദിച്ചതിനുള്ള ഉത്തരമാണത്. ഇപ്പം ഞാനത് ആസ്വദിച്ചുകൊണ്ടിരിക്കുക. അതായത് ആത്മാർത്ഥമായിട്ടൊരു വ്യക്തി, അത് ഫിസിക്കൽ പ്രോബ്ലം അല്ല, എന്നാൽ ഫിനാൻഷ്യലും ആവില്ല, അവർക്ക് പോലും ഉത്തരം കണ്ടെത്താത്ത പ്രശ്നങ്ങൾ. ഇപ്പോൾ ഈ മെൻ്റലി ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ സൈക്കോളജിസ്റ്റിനെ കാണാൻ പറയും, അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഹൈപ്പർ ടെൻഷൻ അത് ഇതെന്നൊക്കെ പറയുമ്പോഴും അവർക്ക് പോലും ഉത്തരം കിട്ടാത്ത പല സംഭവങ്ങളും ഉണ്ടാവും. അപ്പം അതെന്താണ് നോക്കിയെടുത്തിട്ടാണ് ഞാൻ അതിന് ചികിത്സ കൊടുക്കാറുള്ളത്. അല്ലാതെ ജിന്ന് ശൈത്താന് അത് കുറേ ചെയ്യുക, നിങ്ങളെ അപ്പുറത്തോല് ചെയ്തിക്കണോ, മൂത്തച്ചി ചെയ്തിക്കണോ, ഇളയച്ചി ചെയ്തിക്കണോ എന്ന് പറഞ്ഞിട്ട് വിദ്വേഷം ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കാറില്ല. ഞാൻ അവരെ എന്തൊരു വിഷയം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് തടസ്സങ്ങളുണ്ട്. തടസ്സം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യർ പരാജയപ്പെടുന്നത് എപ്പോഴാണ്? ഒരു മനുഷ്യൻ രോഗത്തിലേക്ക് പോകുന്നതപ്പാ, സാമ്പത്തികമായിട്ട് പരാജയപ്പെടുമ്പോഴാണ് എല്ലാത്തിലേക്കും വഴുതി വീഴുന്നത്. ഒരാൾ കടക്കാരനാകുമ്പോഴാണ് മറ്റുള്ള പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടിട്ട് അയാൾ വേറെ രോഗിയാവണത് പോലും ഇതിലൂടെ. അതിൻ്റെ തുടക്കം ഒരു കാരണം ഉണ്ടാവും, അത് ചിലപ്പോൾ കടാവും. അപ്പം മറ്റുള്ളവർ പറയും, നിനക്കാരാ ചെയ്തിട്ടുണ്ട്, നിനക്ക് വേറെ എന്താണ്. ഈ തെറ്റിദ്ധരിപ്പിച്ച് വിടലുകൾ യാഥാർത്ഥ്യമാവും ഇവരെ അനുഭവങ്ങളിലൂടെ. അതായത് യാഥാർത്ഥ്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു വ്യക്തി പറഞ്ഞതും കൂടി കൂട്ടി വായിക്കപ്പെടുമ്പോൾ രണ്ടും കൂടി ഒന്നാവുമ്പോൾ എന്താവും, വിശ്വസിച്ച് പോകും. ഇപ്പോൾ അരിപത്തനാപുരം എന്ന് പറഞ്ഞിട്ടൊരു ജ്യോതിഷരുണ്ട്. എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അയാൾ ഒരു ദിവസം ഒരു ഇതിൽ പറയുന്നുണ്ട്, അയാൾക്കൊരു കോൾ വന്ന സമയത്ത്
നീ മോഹൻലാലല്ലേ എന്ന് ചോദിച്ചത്രേ. അപ്പോൾ അതേ മോഹൻലാലാണ്. നിനക്ക് കാറ്ററിംഗ് അല്ലേ ജോലി എന്ന് ചോദിച്ചത്രേ. അപ്പോൾ ആ കാറ്ററിംഗ് ആണ്. അത് സാറിന് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചു. എനിക്കെല്ലാം അറിയാടോ എന്ന് പറഞ്ഞത്രേ. അപ്പോൾ എന്താ ട്രൂ കോളറിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ ആളുകൾ ഇത്രയും ഒരു പ്രശ്നം വരുമ്പോൾ ആരൊരു നല്ല വാക്ക് ഇപ്പം നിങ്ങളെന്തെങ്കിലും പറഞ്ഞാൽ പോലും അവരുടെ മൈൻഡിലത് കിടക്കും. മനുഷ്യനുള്ള കാലം മുതലേ വിശ്വാസങ്ങളും അവിശ്വാസങ്ങളും ഒക്കെ ഉണ്ട്. ആധുനിക കാലം അതൊന്നുമില്ല. കാലങ്ങൾക്കുള്ള മാറ്റം വന്നിട്ട് മനുഷ്യരുടെ ചിന്തകൾക്കൊന്നും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ആശ്വാസം ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് വിശ്വാസം. ഈ ഭാഷയെ വേഷം ഭാഷ ഇതൊക്കെ പിന്നെ ഒരു ചികിത്സകനാണ്, ആത്മീയ ചികിത്സകനാണ്, ഞാൻ വ്യത്യസ്തമാണ്. വേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ വാപ്പ പറയും, വാപ്പട്ടി ഏത് ഡ്രസ്സും ധരിച്ചോളൂ, ശരീരത്തിന് നിറം കാണാത്ത ഡ്രസ്സ് ധരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ വെള്ളിയും കെട്ടി തലപ്പാവ് കെട്ടി അല്ലെങ്കിൽ പറുതി മൊക്കനിട്ട് അങ്ങനെയൊക്കെ നടക്കണമല്ലൊക്കെ പല പല ശൈലികൾ ഒരു സമൂഹത്തോടോ സഹജീവികളോടോ ഒരു പ്രതിബദ്ധതയില്ലാതെ നടക്കുന്ന ഒരുപാട് വ്യക്തികളെ ഞാൻ കാണാനിടയായി. അപ്പം എനിക്ക് തോന്നി ഒരു മുഖാവരണം കൊണ്ടല്ല ഒരു മനുഷ്യന്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ പുസ്തകത്തിലുണ്ടല്ലോ പിന്നെ ധൂപ എന്താണ് ഭീകരത. ഈ ആത്മീയത എന്ന് പറഞ്ഞാൽ ഒരു 10 മോതിരം അല്ലെങ്കിൽ ഒരു തലപ്പാവ്, കുറെ താടി, തൊപ്ര, പച്ച അതൊക്കെ ആക്കിയെടുത്തതാ, വേഷത്തിലല്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ല നല്ല എഞ്ചിനീയർമാര് പലരും പല പല ഉദ്യോഗസ്ഥന്മാര് വല്ലാത്തൊരു ചൈതന്യവും അവരുടെ മുഖത്ത്. അവർ 5 വക്ത് നിസ്കരിക്കും, അവർ സക്കാത്ത് കൊടുക്കും, സദക്ക കൊടുക്കും, അവര് പടച്ചവൻ പറഞ്ഞിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യും. പക്ഷെ അവരിലുണ്ട് യഥാർത്ഥ ആത്മീയത. ഫാഷനായിട്ട് മോഡേണായിട്ട് നടക്കുന്ന ആളുകളിലുണ്ട് ആത്മീയത. അത് നമ്മളൊരു വേഷം കൊണ്ട് നിസ്കരിക്കാത്ത പിന്നെ ഇങ്ങനത്തെ ആളുകളുണ്ടല്ലോ, നിസ്കരിക്കാത്ത അല്ല. സൂഫീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള സൂഫീസ് ഒന്നും സൂഫീസ് അല്ല. സൂഫീസ് എന്ന് പറഞ്ഞാൽ അല്ലാന്ന് പറഞ്ഞ് ആ ഒരു തലത്തിലേക്ക് പോണതാണ്. അത് ഈ ഭൗതികതനെ ആസ്വദിച്ചുകൊണ്ട് നമ്മളെ കടമകളും കർത്തവ്യങ്ങളും നിറവേറ്റി പോണതുകൊണ്ട്, അല്ലാതെ അള്ളാഹുവിലേക്ക് വഴുതി വീണവരുണ്ട്. അല്ലാതെ ഇപ്പത്തത് വേഷം കെട്ടലിലൂടെ മറ്റേ ആ ഒരു ബിസിനസ് ആക്കിയിട്ടുള്ള സൂഫീസ് അല്ല. സൂഫീസത്തിനെ കുറിച്ചും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ഇപ്പൊ കുറെ തരീക്കത്തുണ്ട്, മസ്താന്മാരുണ്ട്, ഒക്കെ ഉണ്ട്. ഒക്കെ വേഷവിധാനത്തിലൂടെയാണ് അടയാളപ്പെടുത്തുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു വേഷവിധാനം ഒന്നുമില്ല. ഇപ്പൊ അജ്മീറിലും അവിടെ അങ്ങനത്തെ പുണ്യസ്ഥലങ്ങളിലൊക്കെ പോയി വന്നിട്ട് സാധാ ജോലിക്ക് പോയ സ്ത്രീകളൊക്കെ പറയും, ഞാൻ ജിന്ന് കയറിക്കണം എൻ്റെ മേലെ, അതുകൊണ്ടാണ് ഞാൻ ചികിത്സിക്കണേ. ചിലപ്പോൾ ഒരു നിസ്കാരക്കുപ്പായിട്ട് ദസ്വീം പിടിച്ചും കണ്ടിരിക്കും, ചിലപ്പോൾ പച്ച മൊക്കനൊക്കെ ഇട്ടിരിക്കും. ഞാനൊക്കെ ഇനി 10 ജന്മം എടുത്താലും ഇന്ന അതിന് കിട്ടില്ല. നമ്മൾ എത്ര നിലപാടുകൾ ഇല്ല എന്ന് പറഞ്ഞാലും ഒഴിവാക്കി എന്ന് പറഞ്ഞാലും നമ്മളെ മനസ്സിൽ അതിന്റെ ഒരു സ്പാർക്ക് കിടക്കും. പിന്നെ ഇത് പെട്ടുപോയി. ഇനിയിപ്പോ എനിക്ക് ഇപ്പൊ ഞാനത് ആസ്വദിക്കുന്നുണ്ട്. ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചിരുന്നു, എന്റെ ആഗ്രഹങ്ങൾ ഞാൻ നല്ലൊരു ബിസിനസ്സുകാരി ആവണം, അല്ലെങ്കിൽ ഞാനൊരു ഡോക്ടർ ആവണം, അല്ലെങ്കിൽ നല്ലൊരു എഴുത്തുകാരി ആവണം, ഇതൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാം സാധിക്കുന്നുണ്ട്. നല്ലൊരു എഴുത്തുകാരി ആയിട്ടില്ല, നല്ലൊരു കഥാകൃത്ത് സ്വന്തം ദേശങ്ങളെയൊക്കെ എഴുതണ മാതിരി അതിന്റെ ഭാഷ ഒഴുകി പോകും. ഒരുപാട് വായിക്കും, നല്ലതെന്നൊന്നുമില്ല, എല്ലാ പുസ്തകവും വായിക്കും, മോശപ്പെട്ടതിലും മോശപ്പെട്ടതും വായിക്കും. നാലാമത്തെ പുസ്തകം എഴുതി തുടങ്ങി. അത് ഞാന് 17 വയസ്സാകുമ്പോ എന്റെ ചുറ്റുപാടുകളിലുള്ള കഥകള്, അതായത് ഓരോ കുടുംബങ്ങളിലുണ്ടായ കഥകൾ ഞാനൊരു കഥയാക്കിയിട്ട് എഴുതി വെച്ചിരുന്നു, ചെറുകഥാ സമാഹാരം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ പിന്നീട് വാപ്പാന്റെ മരണം കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഒരുപാട് ട്രാജഡികൾ ലൈഫിൽ വന്നപ്പോൾ എനിക്ക് ഇതിലേക്കൊന്നും തിരിയാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഒരു ഘട്ടം വരെ വാപ്പ തന്നെ പറഞ്ഞ് എഴുതിക്കൊണ്ടിരുന്നു. ഉമ്മയും വാപ്പ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഈ ലോകം മുഴുവൻ എനിക്ക് എതിരെ നിന്നാലും എൻ്റെ ഉമ്മാൻ്റെ പ്രാർത്ഥന ഉണ്ട്, എത്തിക്കുട്ടികളെ പ്രാർത്ഥന ഉണ്ട്. ആ ഒറ്റ ഇത് മതി എനിക്ക് ബലമായിട്ട്. അല്ലാതെ ഞാൻ ആരും പേടിക്കലില്ല. എനിക്കൊരു സത്യമുണ്ട്, എൻ്റെ സൗഹൃദങ്ങൾക്ക് ഇന്നറിയാം. എനിക്ക് ജഡ്ജ് ചെയ്യാത്ത ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഇപ്പം ഞങ്ങളൊരു ബി വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിൽ 1000 മെമ്പർമാരുള്ളത്. അതൊക്കെ ഞങ്ങൾ 250 രൂപയിലുള്ള ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ട് മാസം എല്ലാവരെയും സഹായിച്ചിട്ട് ഇപ്പം അതിൽ 1000ഓളം മെമ്പർമാർ വന്നു. അപ്പം അത് ബിവിയുടെ ഒരു ലോകം എന്നുള്ള രീതിയിൽ ബി വേൾഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണ് അവർ. അതിൽ മെമ്പർമാരതൊക്കെ ആക്കി അയച്ചത്. അപ്പം നമ്മളറിയണേ മുഖാവരണങ്ങളില്ലാതെ നമ്മളറിയണേ, അതായത് ഷെരീഫ തങ്ങൾ എന്നുള്ള വ്യക്തി ഇതാണ്, ഷെരീഫ ബീവി ഇതാണ്, അറിഞ്ഞുകൊണ്ടുള്ള ഇടപെടലുകൾ, അതിലുള്ളൊരു സംതൃപ്തി മറ്റൊന്നിലും കിട്ടില്ല. അത് മറ്റുള്ളവരെന്ത് പറഞ്ഞു അല്ലെങ്കിൽ ഓരെന്തെങ്കിലും പറയണ്ട, അവരെന്തെങ്കിലും പറയണ്ട, അതൊന്നും ഞാൻ മറ്റുള്ളവരെ സർട്ടിഫിക്കറ്റിന് വേണ്ടി ജീവിക്കലില്ല. എൻ്റെ സംതൃപ്തിക്ക്, എൻ്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചിട്ടുള്ളൂ. അതും എല്ലാവരും ചേർത്ത് പിടിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ എൻ്റെ സന്തോഷങ്ങൾക്കോ ഒന്നും ഒരിക്കലും ഒരു മൂല്യം കൊടുത്തിട്ടില്ല. എൻ്റെ കൂടെ നിൽക്കണവരെ, എൻ്റെ വീട്ടുകാരെ, മറ്റുള്ളവരെ അതിനുള്ള പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. പക്ഷെ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും വല്ലാത്തൊരു സന്തോഷത്തോടു കൂടി ഇനി ഏത് പ്രയാസത്തിലും ജീവിക്കാൻ കഴിയുന്നുണ്ട്. അതന്നെ വലിയൊരു സന്തോഷമാണല്ലോ. ഈ ജാസിയത്ത് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന സാധനം നമുക്ക് അനുഭവിക്കുമോ?
അനുഭവപ്പെടും. ഞാൻ എന്നോടിപ്പോ പലരും ഇജാസിയത്ത് എന്ന് പറയും, ഇജാസത്ത് എന്നാണ് ഇജാസത്ത്, പറയുന്നത്. ഇജാസത്ത്. ആ, അത് ഞാൻ എഴുതിയപ്പോഴും ഇജാസിയത്ത് അതെ അല്ലെങ്കിൽ ഇജാസത്ത് പാരമ്പര്യമായിട്ട് നമുക്ക് അല്ല, കിട്ടില്ല. അത് നമുക്ക് ഇങ്ങനെ അനുഭവത്തിൽ ഇങ്ങനെ വരുവാണ് ഞാൻ ചോദിച്ചത്. നമുക്ക് അല്ല, അതിപ്പോ നമ്മള് ഇപ്പൊ നിങ്ങള് 3 ആള് ഇരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് തോന്നുകയാണ് നിങ്ങളൊരു 3 ആളിൽ ഒരു ബെറ്റർ, ഞാൻ ഒരു ബെസ്റ്റ് എനിക്ക് കൂടുതലുണ്ടാവും, ഒരു ഇഷ്ടം മാനസികമായിട്ട്. അപ്പൊ നമ്മളിപ്പോ നിങ്ങളെ കൊണ്ട് പുസ്തകം ചെയ്യിപ്പിച്ചാലും ഇവരെ കൊണ്ട് ഇത് എന്റെ മനസ്സൊക്കെ ഒരു തൃപ്തി ഉണ്ടാവും. അപ്പൊ എനിക്ക് തോന്നുന്ന ഈ സംഭവം ഇവരെ ഏൽപ്പിക്ക, ആ ഒരു വിശ്വാസം മനസ്സിൽ നിന്ന് ഇങ്ങോട്ട് വരണം. അത് വന്നാലുള്ളൂ. ഇപ്പൊ പലരും ചോദിക്കും നിങ്ങള് ഇജാസത്ത് കൊടുക്കുവോ, നിങ്ങളെ ഉപ്പ പലർക്കും കൊടുത്തു, അവരൊക്കെ രക്ഷപ്പെട്ടു, ഉസ്താദിന് ശിഷ്യന്മാരൊക്കെ ഇവിടെ എത്തി, മക്കളൊക്കെ ഇങ്ങനെ. അതൊന്നുമില്ല നമുക്ക്. എനിക്ക് സത്യം പറഞ്ഞാൽ പണത്തിനോടൊന്നും ഒരു ഭ്രമമല്ല, കാര്യങ്ങൾ നടക്കണം. ചോദിച്ചു വാങ്ങണാണോ ഇജാസത്ത്? അല്ലല്ല, അതല്ല, അത് കൊടുക്കുന്നതല്ല. കൊടുക്കണ അതൊരു ഇപ്പത് ഞാൻ പറഞ്ഞില്ലേ, വാപ്പ മരിക്കണതിന്റെ 3 ദിവസം മുന്നേ അങ്ങനെ ഇത് പറഞ്ഞാൽ ചിലപ്പോൾ ചില കേസുകളൊക്കെ വരും ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വലിയ സംഭവം പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ ബാംഗ്ലൂരൊക്കെ അപ്പോളോ ഹോസ്പിറ്റലിൽ ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് സർജറി ചെയ്യണം എന്ന് പറഞ്ഞ് മടക്കി വിട്ട കേസ് ഞാൻ 40 ദിവസം കൊടുത്തു എൻ്റെ ക്ലിനിക്കിൽ കൊടുത്തിട്ടു. ഒരു പ്രശ്നമില്ല. 58,000 റുപ്യുള്ള നന്നായിട്ട്. അവിടെ പറഞ്ഞ 12 ലക്ഷം റുപ്യാണ്. അത് എത്ര ദിവസം? 41 ദിവസം ഞാൻ നിർത്തി അവിടെ. അപ്പൊ ചില രോഗങ്ങൾക്ക് ശാസ്ത്രത്തിനോ മറ്റുള്ളതിനൊന്നും കണ്ടെത്താൻ പറ്റാത്ത ചില സംഭവങ്ങളുണ്ടാവും. അതിനൊക്കെ ചെറിയ ചെറിയൊരു പൊടിക്കൈകൾ മതിയാവും. അതാണ് ഈ കുരുത്തം പൊരുത്തം എന്നൊക്കെ പറയണേ, ഈ നാക്കുപൊരുത്തം. ഇപ്പൊ ഒരു ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ അതിലൊരു കൂട്ട്, കൈപ്പുണ്യം എന്ന് പറയുന്ന പോലെ തന്നെ അത് എന്ത് ചെയ്താലും അങ്ങനെ ഉണ്ടല്ലോ. അത് എന്റെ വാപ്പ പറഞ്ഞ ഒരു ശുദ്ധനായിരുന്നു. അതായത് എല്ലാവരും ചേർത്ത് പിടിക്കും. ഇപ്പൊ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വലിയൊരു ഒരു ചെമ്പട്ടി നിറച്ചുണ്ടാക്കും, വരുന്നോലും പോണോലൊക്കെ കഴിക്കുക. എനിക്കും അങ്ങനെ തന്നെ സന്തോഷം. ഇപ്പോൾ എന്നെല്ലാവരും വന്നു, ഞാൻ വിളിച്ചതിനേക്കാളും കൂടുതൽ ആളുകൾ വന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ എല്ലാവരും നിറഞ്ഞു വീട്, ഞാൻ വന്നാലും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും, ഫ്രണ്ട്സുകളും അവരും ഇവരൊക്കെ. വാപ്പുള്ളൊന്നും വാപ്പാന്റെ രീതിയാണ് ഞാൻ കണ്ടുപിടിച്ചത്. വാപ്പി അങ്ങനെ തന്നെ. വാപ്പാക്കൊരു താടിയോ മറ്റുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു പച്ചശാളും വാപ്പിട്ടിട്ടില്ല. പക്ഷെ വാപ്പ, എനിക്ക് തോന്നുന്നു എൻ്റെ വാപ്പൻ്റെ മഹാന്. കാരണം എല്ലാവരെയും, ഞങ്ങൾ 8 മക്കളെ കൂടെ 6 വളർത്തു മക്കളും ഉണ്ടായിരുന്നു. ഇന്നും അതിലൊരു കുട്ടിയാണെന്ന് വന്ന് ആ സ്റ്റേജിലിരുന്ന സഹായം കൊണ്ടുവന്ന താടി മൂലിയാർ. അപ്പൊ അങ്ങനെ അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വളർന്നിട്ടുള്ളത്. ഈ ജീവിതത്തിനെ കുറിച്ചൊക്കെ ശരിക്കും ചിന്തിച്ചാണ്ടല്ലോ നമുക്ക് അസൂയ ഉണ്ടാവില്ല, കുശുമ്പും ഉണ്ടാവില്ല, ആരോടും പകി ഉണ്ടാവില്ല, ഒരു ഇമേജ് ഇമേജ് കോൺഷ്യസ് ആവില്ല, ഒന്നും ഉണ്ടാവില്ല. ഞാൻ ഒരു പ്രശസ്തിക്കും പോകാറില്ല, ഒരു ഇതും എനിക്ക് വേണ്ട, സ്ഥാനമാനങ്ങളും വേണ്ട. അങ്ങനെയൊക്കെ നമ്മൾ പാകപ്പെടും. അത് ഈ ആത്മീയമായിട്ടുള്ള തലങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ പാകപ്പെടും. ഇപ്പം ഞാനൊക്കെ ഈ 21 വർഷം കൊണ്ടൊരു വെള്ളം പോലെ പാകപ്പെട്ടു. സത്യം പറഞ്ഞാൽ എന്ത് രീതിയിലും വ്യക്തികൾക്കനുസരിച്ച് മാറാൻ പറ്റും നമുക്ക്. ജലം പോലെ. നേരത്തെ ചെറുപ്പത്തിൽ കുടുംബത്തിൻ്റെ സപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അതിപ്പോൾ വാപ്പ ഉണ്ടായിരുന്ന കാലത്തും അതിന് ശേഷമൊക്കെ. ഇപ്പോൾ ഒരു എഴുത്തുകാരിയായി, അതുപോലെ തന്നെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയി, ഒരു ചികിത്സകയായി, അതൊരു വിജയിയായ ഒരു സ്ത്രീയായി, സ്വന്തം കാലിൽ നിൽക്കാനുള്ള അവസ്ഥയായി. ഇങ്ങനത്തെ സമയത്ത് ഈ കുടുംബം നേരത്തെ നമ്മളെ സഹായിക്കാതിരുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാതിരുന്ന കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാട് എന്താണ് ഷെരീഫ ബീവിയോട്? ഞാൻ വാപ്പ മരിച്ച സമയത്തും അതിനുശേഷം ഞാൻ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ സക്സസ് ആണ്. ജീവിതത്തിൽ എല്ലാം കൊണ്ട് സക്സസ് ആയ ഒരു സ്ത്രീയാണ്. പക്ഷെ ഞാൻ ജയത്തിലാണെങ്കിലും പരാജയത്തിലാണെങ്കിലും ഇവരൊന്നും കാണിക്കാൻ ഞാൻ നിൽക്കാറില്ല. എനിക്കെന്നും എൻ്റെതായൊരു നിലപാടുണ്ട്. അത് എൻ്റെ പണം കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ സ്ഥാനമാനങ്ങൾ കൊണ്ടോ മറ്റുള്ളതുകൊണ്ടൊന്നും ഞാനത് കാണിച്ചിട്ടൊന്നും നേടിയെടുക്കാൻ ശ്രമിക്കാറില്ല. ഇനിയിപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഞാനിവിടുത്തെ കേരള മുഖ്യമന്ത്രി ആയാൽ പോലും അവർക്കൊന്നും മാറില്ല എന്നും എനിക്കറിയാം. ആ ബോധ്യം എനിക്കുണ്ട്. കാരണം ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ 60-66 പേജുള്ള ഒരു ലെറ്റർ എഴുതി, എല്ലാ വിശേഷങ്ങളും വെച്ചിട്ട് നമ്മളെ ഹൃദയം വരെ പറിച്ചു വെച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതുപോലും അവർക്ക് പകയുണ്ടായത്. അപ്പോൾ ഞാൻ പോസ്റ്റ്മാനെ വിളിച്ചു ചോദിച്ചു നോക്കി, നിങ്ങൾ ഈ ലെറ്റർ കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ ഇവർ പിന്നീട് പറയുമല്ലോ കിട്ടിയിട്ടില്ല എന്ന്, ഭയങ്കര മറച്ചു വെക്കലുകളാണ്. ഞാൻ കൊടുത്തല്ലോ, തങ്ങൾ പാപ്പാക്കും മീത്താത്താക്കും കൊടുത്തല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കിട്ടിയെന്ന് നമുക്ക് ബോധ്യമല്ലോ. നാളെ പിറ്റേന്ന് നമ്മൾ ശ്രമിച്ചില്ലല്ലോ എന്നുള്ള പ്രശ്നം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. എങ്ങനെ ഈ മനുഷ്യർക്ക് ഇങ്ങനെ പക വരുന്നെന്ന് എനിക്കറിയില്ല, എന്നെ കൊണ്ട് കഴിയൂല. പിന്നെ ഇപ്പോൾ നമ്മൾ 2 പുസ്തകം വായിച്ചിട്ടാണ് നിങ്ങളെ ജീവിതവും കുടുംബവും ഒക്കെ അറിയാം. പക്ഷെ ഇങ്ങനെ തുറന്ന് എഴുതാൻ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ഒരു ധൈര്യം കിട്ടി? കാരണം ഇപ്പോൾ കുടുംബം മാത്രമല്ലല്ലോ, മറ്റ് നമ്മുടെ സമൂഹം, സമുദായം ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ എവിടെ നിന്നാണ് ഇത്ര ഒരു ധൈര്യം കിട്ടിയത്? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. എനിക്കൊരു സത്യമുണ്ട്. അതായത് നമ്മൾ കാട്ടിക്കൂട്ടലുകളില്ല, എന്താണോ അതാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങളെൻ്റെ കുടുംബത്തിൽ ചോദിച്ചാലും അറിയാം, മറ്റുള്ള കാര്യങ്ങൾക്ക് ചോദിച്ചാലും അറിയാം. പിന്നെ എനിക്ക് ഐക്യപ്പെടാൻ പറ്റാത്ത ചില കാര്യങ്ങളിലൊക്കെ, ഇപ്പോൾ ഉംറയ്ക്ക് പോകണം എന്തിനാ, അജ്ജിന് പോകണം എന്തിനാ, ടൂർ പോണ പോലെ പോയിട്ട് കാര്യമില്ലല്ലോ. ആ സമയങ്ങളിലെങ്കിലും നമ്മളെ പ്രിയപ്പെട്ട ഒരു രക്തമത്തിലുള്ളവരോട് വന്നൊന്ന് കൈപിടിച്ച് കണ്ട് ഞാനൊന്ന് പോയി വരട്ടെ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയാൻ പോലും മനസ്സ് കാണിക്കാത്ത ആളുകൾക്കിടയിൽ ഞാൻ എത്ര പരിശുദ്ധയാണ് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്തുകൊണ്ട് പറഞ്ഞൂടാ?
അങ്ങനെയുള്ള എനിക്ക് ആർജവം ഉണ്ടാവാലോ. ആ ധൈര്യമാണ്. ഞാനൊരു ശരിയാണ്, എൻ്റെ ഒരു ശരി എന്നുള്ള എൻ്റെ ശരിയിലൊരു ശരിയുണ്ട്, അതിൻ്റെ കൂടെ നിൽക്കണവർക്ക് അറിയാം. അവരൊരു രാത്രി ഒരു പ്രയാസം പറഞ്ഞുകൊണ്ട് എനിക്ക് വിളിക്കുമ്പോൾ ഞാൻ പിന്നെ ഉറങ്ങൂല, ഞാൻ ആ ഫോൺ ഓഫാക്കി വെക്കൂല, ഞാൻ അവരെ പ്രശ്നം പരിഹരിക്കും. അതെനിക്ക് ഒഴിഞ്ഞു മാറണമെങ്കിൽ ഒഴിഞ്ഞു മാറാം. പക്ഷെ ഞാൻ മനുഷ്യർക്കൊപ്പമാണ് നിൽക്കുന്നത്. എനിക്ക് ജീവിതത്തെക്കുറിച്ച് ബോധ്യമുണ്ട്. അതായത് കുറേ ദിക്റും സലാത്തും നിസ്കാരം മജ്‌ലിസ് നൂറിന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഭക്തി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ നോക്കിയാൽ കാണൂല. ആത്മീയത എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വേഷത്തിൽ അളക്കാൻ പറ്റൂല, നോക്കിയാലും കാണൂല, വാക്കുകളിലും ഉണ്ടാവില്ല. അത് നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒരു സംഭവമാണ്. തൂവൽ സ്പർശം എന്ന് പറഞ്ഞില്ലേ, ഇങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്ന, അതെ അതെ, തലോടലുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ ഇപ്പൊ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടാണ് ഞങ്ങളെ ബി വേൾഡിലേക്ക് ഓരോരുത്തർ വിളിക്കലുള്ളത്. ഒരു മനുഷ്യൻ പ്രയാസത്തിലാണ്, ഒരു ആത്മഹത്യന്റെ വക്കിൽ നിൽക്കുകയാണെന്ന് പറയുമ്പോൾ ഞാനൊരു ചികിത്സാരി, ഞാൻ നിങ്ങൾക്ക് തകിട് തരാം, ഏലസ് തരാം, ഉറക്കം തരാന്നല്ല ഞാൻ പറയാം. ഞാൻ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നങ്ങോട്ട് പോരും, ജോലി കിട്ടുമോ ഞാൻ നോക്കാം, എന്നെ കൊണ്ട്, അതാണ് ഞാൻ പറയാറുള്ളത്. അപ്പോൾ അവിടെ എന്തായി, അവർക്ക് പുതിയൊരു ജീവിതം വരികയാണ്, ഒരു ആത്മവിശ്വാസം വരികയാണല്ലോ. അതാണ് എൻ്റെ രീതികൾ. അത് അവർക്ക് പിന്നീട് നമ്മളോട് എന്താണോ അവർ നന്ദി കാണിച്ചോ നന്ദികേട് കാണിച്ചോ ഒന്നും നമ്മളെ വിഷയമല്ല. ആ സമയത്ത് അവർക്കൊരു ഉപകാരം ചെയ്യാൻ പറ്റിയല്ലോ, അതിൻ്റെ ഒരു നിർവൃതി ഉണ്ടല്ലോ, അതൊക്കെ തന്നെ നമുക്ക് ആർജവം ഉണ്ടാവാൻ പറ്റും. നിലപാടുകളും ആർജവമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളൊരു രക്തത്തിലുണ്ടാവുമല്ലോ, ആദ്യം മുതൽ ഉണ്ടാക്കിയെടുത്തുണ്ടാവില്ല, അതൊക്കെ കൃത്രിമത്വം ഉണ്ടാവും അതിൽ. എന്തായാലും സന്തോഷം, നിങ്ങൾ എന്നും കൂടെ വന്നിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം പുസ്തകത്തെ കുറിച്ചും അതുപോലെ എല്ലാരും വരുന്നുണ്ട്, ഉറുദുവിലും കന്നഡയിലും ഇംഗ്ലീഷിലും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇംഗ്ലീഷിൽ ഇപ്പൊ കിട്ടി. അപ്പൊ അവിടെ ഉള്ളവർക്കും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ്ട്, പാവങ്ങൾക്ക് കുറെ ഒന്നിനെ കുറിച്ചും അറിയില്ല. പിന്നെ അറിയണ ഇവിടെ ഉള്ളവരിങ്ങനെ ചെയ്യുമ്പോ അറിയാത്തവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഏതായാലും ഈ പുസ്തകത്തെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു, ഈ എഴുത്തുകാരിയെ കുറിച്ചും കൂടുതൽ അറിഞ്ഞു, നിലപാടുകളെ കുറിച്ചും വളരെ കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടായി. ഇത് പ്രേക്ഷകർക്കും കൃത്യമായിട്ട് അതിൻ്റെ ഒരു പിന്നെ പ്രേക്ഷകരിലും അതിൻ്റെ ഒരു അന്വേഷണം ഉണ്ടാവും എന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നു. ഏതായാലും ഇത്രയും സമയം ചെലവഴിച്ചതിന് നന്ദി. അല്ല, ഞാൻ എപ്പോഴും വിശ്വസിക്കണം എൻ്റെ ഭാഷ മനസ്സിലാവണവർ പുസ്തകം വാങ്ങും, വായിക്കും എന്നുള്ളത്. അങ്ങനെ എന്നിലേക്ക് ഒരുപാട് സൗഹൃദങ്ങൾ എത്തിയിട്ടുണ്ട്. വാങ്ങിയാലല്ല ഇപ്പം ഇതുപോലെ അവർക്ക് അത് പൂർത്തീകരിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ പുസ്തകം വാങ്ങിക്കട്ടെ. ഇൻഷാ അല്ലാഹ്.